ഭൂമിയിലെ ഖലീഫയായി നിയോഗിക്കപ്പെട്ട ആദ്യ മനുഷ്യന്റെ സൃഷ്ടി മുതൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നതുവരെയുള്ള കഥകൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം ശ്രീലങ്കയിലും ഹവ്വ ബീവി ജിദ്ദയിലും ഇറക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തന്റെ പ്രിയ പത്നിയെ കാണാൻ ആഗ്രഹിച്ച ആദം നബി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്ന് ഒടുവിൽ മക്കയ്ക്കടുത്ത് അറഫയിൽ വെച്ച് ദുൽഹജ്ജ് മാസത്തിൽ അറഫ ദിനത്തിൽ പരസ്പരം കണ്ടുമുട്ടി. പിന്നീട് ആ ദമ്പതികൾക്ക് 40 മക്കളുണ്ടായി. ഓരോ പ്രസവത്തിലും ഇരട്ടക്കുട്ടികളായി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജനിച്ചു. ഒരേ സമയത്ത് കൂടെ പിറന്നവർ തമ്മിൽ വിവാഹം കഴിക്കരുത് എന്ന് അള്ളാഹുവിന്റെ വിധിയുണ്ടായിരുന്നു. ആദം നബിയുടെ മകനായ കാബീൽ സുന്ദരിയായ തന്റെ കൂടപ്പിറപ്പിനെ സഹോദരനായ ഹാബീലിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവരോട് സ്വതക്ക ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിച്ചു. ആട്ടിടനായ ഹാബീൽ തന്റെ കയ്യിലുള്ള ഏറ്റവും നല്ല ആടിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തപ്പോൾ കൃഷിക്കാരനായ കാബീൽ തന്റെ വിളയിൽ നിന്നും ഏറ്റവും നല്ലത് സ്വതക്ക ചെയ്യാൻ മടിച്ചു. അള്ളാഹു ഹാബീലിന്റെ സ്വതക്ക സ്വീകരിച്ചു. പിശാചിന്റെ ദുർബോധനങ്ങളുടെ ഫലമായി പ്രകോപിതനായ കാബീൽ ഒരു കല്ല് കൊണ്ട് സഹോദരനെ കൊലപ്പെടുത്തി. അത് ലോക ചരിത്രത്തിലെ ആദ്യ കൊലപാതകമായി മാറി. ഒരു ചത്ത കാക്കയെ മറ്റൊരു കാക്ക മണ്ണിൽ കുഴിച്ചു മൂടുന്നത് അള്ളാഹു കാണിച്ചു കൊടുക്കുകയും അതുപോലെ കാബീല് തന്റെ സഹോദരന്റെ മൃതദേഹം മണ്ണിൽ മറവാടുകയും ചെയ്തു. പിന്നീട് ലജ്ജ കാരണം കാബീൽ പിതാവിൽ നിന്നും അകന്നു ജീവിക്കുകയാണ് ചെയ്തത്. ആദം നബിയുടെ മറ്റൊരു മകനാണ് ഷീത്ത് നബി. വീടുകൾ ഇറക്കപ്പെട്ട പ്രവാചകനാണ്. ആദം നബിക്ക് 1000ഓളം പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു. 60 വയസ്സുവരെ മാത്രം ഭൂമിയിൽ ജീവിക്കാൻ ആയുസ് നൽകപ്പെട്ട ദാവൂദ് നബിക്ക് തന്റെ ആയുസ്സിൽ നിന്നും 40 വർഷം കൊടുക്കാൻ ആദം നബി അള്ളാഹുവോട് മുമ്പ് പറഞ്ഞതിന്റെ ഫലമായി 960 വയസ്സിൽ അദ്ദേഹം അള്ളാഹുലേക്ക് മടങ്ങി. എങ്ങനെ ജനാസ കുളിപ്പിക്കണം, എങ്ങനെ മയ്യത്ത് നമസ്കരിക്കണം, എങ്ങനെ മയ്യത്ത് മറവാടണം എന്നൊക്കെ മലക്കുകൾ ആദം നബിയുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്തു.